ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശുവിനെ വിചാരണ ചെയ്യുന്ന വേളയിൽ ജനക്കൂട്ടത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. പീലാത്തോസ് ജനക്കൂട്ടത്തോട് ചോദിക്കും, ബറാബാസിനെ നിങ്ങൾക്ക് വിട്ടുതരണമോ, യേശുവിനെ വിട്ടുതരണമോ? ജനക്കൂട്ടം വളരെ ആവേശത്തോടു കൂടി വിളിച്ചു പറയും, യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. പ്രിയപ്പെട്ടവരെ, ജനക്കൂട്ടം തിരഞ്ഞെടുക്കുന്നത് ആ കാലഘട്ടത്തിലെ കുപ്രസിദ്ധനായ ഒരു തടവുപുള്ളിയായ ഒരു കള്ളനായ ബറാബാസിനെയാണ്. നീതിമാനായ ദൈവപുത്രനായ യേശുവിനെ തിരഞ്ഞെടുക്കേണ്ടതിന് പകരം ജനക്കൂട്ടം ഒരു കുറ്റവാളിയെ, കൊടും ക്രിമിനലിനെ, ഒരു കള്ളനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കാൽവരി മലയിൽ നമ്മൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാണുന്നുണ്ട്. രണ്ട് കള്ളന്മാരുടെ മധ്യേ യേശുവിനെ കുരിശിൽ തറച്ചതിന് ശേഷം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല കള്ളൻ എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ നോക്കി പറയും, യേശുവേ, ഇന്ന് നീ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അപ്പോൾ യേശു ആ കള്ളനോട് മറുപടി പറയും, ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിൽ ആ ഒരു കള്ളൻ, നല്ല കള്ളൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. നിത്യജീവൻ തിരഞ്ഞെടുക്കുന്നു, ജീവൻ തിരഞ്ഞെടുക്കുന്നു. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ജീവനും മരണവും നന്മയും തിന്മയും നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. ദൈവം എല്ലാം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം നമ്മുടേതാണ്. ജീവൻ വേണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കാം, നന്മ വേണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും തിരഞ്ഞെടുപ്പ് ജീവനിലേക്കുള്ളതാകട്ടെ. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നന്മയായി മാറട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ആമേൻ.